ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. അസുരൻ്റെ വധു ഭാഗം 19. രചന ഫൗസിയ നൗഷാദ്. കാറ് വീടുമുറ്റത്ത് നിന്ന് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് തിരിച്ചു. ആദ്യമായിട്ടായിരുന്നു കൃഷ്ണ അവിടേക്ക് വരുന്നത്. വിശാലമായ ഏരിയ, എത്രയോ ഏക്കറിലാണ് ആ കമ്പനി നിൽക്കുന്നത്. ഒരുപാട് പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അവൾ ആ പേരൊന്ന് വായിച്ചു. അവൾ അകത്തേക്ക് കയറാൻ നേരം സെക്യൂരിറ്റി അവളെ കണ്ടെഴുന്നേറ്റു. അവരൊക്കെ കല്യാണത്തിന് വന്നിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. അവൾ ഓഫീസിനകത്തേക്ക് കയറിയതും എല്ലാവരും അവളെ നോക്കിയിരുന്നു. ഒഫീഷ്യൽ ലുക്കിനിടയ്ക്ക് തനി നാടൻ ലുക്കുള്ള ഒരു പെണ്ണ്. ബോസിന്റെ ഭാര്യയാണെന്ന് പോലും ഓർക്കാതെ പലരും അവളെ നോക്കി. ആദിസാറിന്റെ വൈഫാണ്, സോ സിമ്പിൾ അല്ലേ? അവർ പരസ്പരം ബഹുമാനത്തോടെ പറഞ്ഞു. അവർ ബഹുമാനത്തോടെ അവളെ കണ്ട് എഴുന്നേറ്റു. യദു പെട്ടെന്ന് അവളെ കണ്ട് ഓടിയെത്തി. ഏട്ട മീറ്റിങ്ങിലാണ്, ഏട്ടത്തി ഇരിക്കും, ഒരു 10 മിനിറ്റ്. അവൻ അവളെ ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ഇതേ സമയം ആദിയും സ്നേഹയും മറ്റൊരു ബിസിനസ് ഗ്രൂപ്പുമായി മീറ്റിങ്ങിലായിരുന്നു. കൃഷ്ണ വന്നത് അവൻ CCTVയിലൂടെ കണ്ടു. അവൻ അത്ഭുതപ്പെട്ടു. കൃഷ്ണ വരുന്നതും എല്ലാവരും അവളെ നോക്കിയിരിക്കുന്നത് കണ്ട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ്റെ ശ്രദ്ധ തെറ്റി. വാട്ട് ഹാപ്പൻഡ് ആദിഷ്? ഓ നോ, നത്തിങ് സർ, ലെറ്റ്സ് കണ്ടിന്യൂ. ഒരുവിധം അവൻ ആ മീറ്റിംഗ് അവസാനിപ്പിച്ചു. കൃഷ്ണ ക്യാബിനിലിരിക്കുമ്പോൾ ആദിയും പിന്നാലെ സ്നേഹയും അവിടേക്ക് വന്നു. ഷർട്ടും ഹാഫ് സ്കേർട്ടും ധരിച്ച് ആദിക്ക് പിന്നാലെ വരുന്ന സ്നേഹയെ കണ്ടതും കൃഷ്ണയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഹേ ഹേ വൈ ആർ യു ഹിയർ? ആദി ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് ഫുഡ് കൊണ്ടുവരാൻ. കയ്യിലിരുന്ന ലഞ്ച് ബോക്സ് നീട്ടി അവൾ പറഞ്ഞു. സ്നേഹ അത് വാങ്ങിവെച്ചു. ഇത് കൊണ്ടുവരാൻ ഡ്രൈവർ ഉണ്ടല്ലോ. അതുപോലെയാണോ ഞാൻ കൊണ്ടുവരുന്നത്? സ്നേഹയെ കാണിക്കാൻ മുഖത്തൊരു പുഞ്ചിരി നടിച്ചവൾ പറഞ്ഞു. സ്നേഹ, പ്ലീസ് ഗോ ഔട്ട്. ഐ വിൽ കോൾ യു. യു മേ ഗോ ടു യുവർ ക്യാബിൻ. ആദ്യം അത് പറഞ്ഞതും സ്നേഹിക്ക് വല്ലാത്ത അസൂയയും ദേഷ്യവും തോന്നി. വിജയചിരിയോടെ നിൽക്കുന്ന ഗാഥയെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അവൾ വേഗം പുറത്തിറങ്ങി. നോക്ക് ഗാഥ, എനിക്ക് വേണ്ടി നീ ഇവിടെ വരണമെന്നില്ല. ബട്ട് എനിക്ക് വീട്ടിൽ നിന്ന് മടുത്തു. എത്രയെന്ന് വെച്ചിട്ടാ? എല്ലാവരും പോയതിനെ ഒറ്റയ്ക്കാ. അതുകൊണ്ട് ഞാൻ ഇനി എന്നും വരും. ഓ ഗോഡ്, അത് വേണ്ട. നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ ബുക്സ് ഓർ എനിത്തിങ്. നോ, ഐ ജസ്റ്റ് വോണ്ട് ടു ഗോ ഔട്ട്. കൃഷ്ണയും ഗൗരവത്തിൽ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ച് സ്നേഹ ഇരിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ കൃഷ്ണ പെരുമാറ്റം മയപ്പെടുത്തി. അവൾ അവന് സമീപം നടന്നെടുത്തു. ഉള്ള ധൈര്യം സംഭരിച്ച് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആദ്യേട്ടാ, ഞാൻ വന്നോട്ടെ പ്ലീസ്? ഐ വോണ്ട് ടു സീ യു. നിങ്ങൾ അങ്ങനെയൊന്നും ഇല്ലെന്നറിയാം, ബട്ട് എനിക്ക് അങ്ങനെയാണ്. ഐ കാൺ ലീവ് വിത്തൗട്ട് യു. അവളത് പറഞ്ഞതും അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു ലോകം തന്നെയുണ്ടെന്ന് അവന് തോന്നി. എവിടെയോ കണ്ട് പരിചയം പോലെ, ചിരകാല പരിചയം പോലെ. പക്ഷെ എവിടെ അറിയില്ല. എന്തുകൊണ്ടാണ് കൃഷ്ണ അടുത്തുള്ളപ്പോൾ ഹൃദയമിടിക്കുന്നത്? എന്തുകൊണ്ടാണ് അവളെ കാണുമ്പോൾ ഒരുപാട് കാലമായി പരിചയമുള്ളതുപോലെ തോന്നുന്നത്? ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ. പരസ്പരം കണ്ണുകളിൽ കുരുങ്ങി നിൽക്കവേ ആരോ ഡോറിൽ തട്ടി. രണ്ടുപേരും പിന്മാറി. യദു അകത്തേക്ക് വന്നു. ഏട്ടാ, ഏട്ടത്തിക്ക് ഞാൻ കമ്പനിയൊക്കെ കാണിച്ചു കൊടുക്കട്ടെ? ഓഹോ, അപ്പം നീയാണല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ഞാൻ കരുതി ഏട്ടത്തി ഒന്ന് കാണത്തേന്ന്. ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോഴേക്കും സ്നേഹ ഫയലുമായി കയറി വന്നു. സി ഗാഥ, എനിക്ക് ഈ ടൈപ്പ് ഡ്രസ്സിംഗ് ആണ് ഇഷ്ടം. സ്നേഹയെ നോക്ക്, സോ സിമ്പിൾ ആൻഡ് എലഗൻ, സ്മാർട്ട്. അങ്ങനെ ആവണം ഡ്രസ്സിംഗ്, ഹെയർ സ്റ്റൈൽ ഓൾസോ. സ്നേഹ അഭിമാനത്തോടെ ഗാഥയെ നോക്കി. ഓ പിന്നെ, കാല് കാണിച്ച് നടക്കുന്നതല്ലേ ഇഷ്ടം? ആ, അത് വായി നോക്കിയിരിക്കാലോ, കൃഷ്ണ മനസ്സിൽ പറഞ്ഞു. അല്ലാണ്ട് ട്രഡീഷണൽ പെണ്ണുങ്ങളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ നോർമൽ ഡ്രസ്സിങ്, നീണ്ട മുടി, ഇതൊക്കെ അല്പം ഓവറല്ലേ? കൃഷ്ണയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. അവൻ കുറ്റം പറഞ്ഞതിലല്ല, സ്നേഹയുടെ മുന്നിൽ വെച്ച് കുറച്ച് കാണിച്ചത്. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഇത് ഞാൻ ഇറങ്ങിയ, ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം മൈൻഡ് ചെയ്യാതെ സ്നേഹയൊന്ന് പുച്ഛിച്ചവൾ വേഗം തന്നെ ഇറങ്ങി. ഹൃദയത്തിലൊരു ഭാരം പോലെ. ഒരിക്കലും അങ്ങനെയൊന്ന് ആദിയുടെ ഭാഗത്തു നിന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. കളിയാക്കുന്നതൊക്കെ കുഴപ്പമില്ല, അത് അവൾ ആ ഒരു രീതിയിലേ കാണൂ. ഇത് സ്നേഹയുടെ മുന്നിൽ വെച്ച് മനഃപൂർവ്വം ചെയ്തതാണ്. ഇനിയുള്ളത് ഉറപ്പായും ആദിക്ക് കൊടുക്കും, അവൾ തീരുമാനിച്ചു. മടങ്ങുന്ന വഴിക്ക് കൃഷ്ണ രാധയുടെ കോളേജിൽ കയറി. അവളുടെ ക്ലാസ്സിൽ ചെന്ന് അടുത്തറിയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. കൃഷ്ണേച്ചി എന്താ ഇവിടെ? എനിക്ക് മോളോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ചേച്ചി, അത് ഇവിടെ എന്നാൽ ശരിയാവില്ല, നമുക്ക് പുറത്തു പോവാം. മീര കൃഷ്ണയെ കോളേജിന് പുറത്തുള്ള ഒരു കഫേയിലേക്ക് കൊണ്ടുവന്നു. അനുരാധയുടെ അടുത്ത സുഹൃത്തായിരുന്നു മീര. കോളേജ് ശരിയാവില്ല കൃഷ്ണേച്ചി, ആ ആൽബിയുണ്ട്, അവൻ കണ്ടാൽ മതി. രാധയ്ക്ക് എങ്ങനെയുണ്ട്?
ഒരു മാറ്റവും ഇല്ല മോളെ, നിന്റെ ഒരു സഹായം വേണോ എനിക്ക്? ശരിക്കും എന്താ എൻ്റെ രാധയ്ക്ക് സംഭവിച്ചത്? ആ ചോദ്യം കേട്ടതും അവൾ വിയർത്തു. രാധ കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി, അല്ലാണ്ടെന്താ? അതല്ല സത്യം എനിക്കറിയാം മീരെ. എന്നെ അനിയത്തി അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ്. പ്ലീസ് ഇതിനെക്കുറിച്ച് ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും പറയാനില്ല. ആൽബിയായിട്ട് എന്തായിരുന്നു പ്രശ്നം? അതെങ്കിലും പറയണം. കൃഷ്ണേച്ചി, അത് നിനക്കൊരു പ്രശ്നവും വരില്ല, നീ ധൈര്യമായി പറയും. ആൽബിയെ രാധ പ്രണയിച്ചിരുന്നു. എല്ലാവരെയും പോലെ അവന്റെ കപട സ്നേഹത്തിൽ അവളും വീണുപോയി. അവന്റെ യഥാർത്ഥ സ്വഭാവം അറിയാതെയായിരുന്നു അത്. പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞതും അവനവളെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. രാധ പോകാൻ ഒരുക്കമായിരുന്നില്ല. അന്ന് അവൻ അവളോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. പിന്നീടാണ് അവൾ അറിയുന്നത് ഈ ആൽബി ആദ്യമായിട്ട് സ്നേഹിക്കുന്ന പെണ്ണൊന്നുമല്ല അവളെന്ന്. അവളെ സ്നേഹിക്കുമ്പോൾ തന്നെ മറ്റു പലരുമായി അവന് ബന്ധമുണ്ടെന്നൊക്കെ. എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും അവൾ അറിയാത്ത പോലെ അവനുമായുള്ള പ്രണയം അഭിനയിച്ചു. ഒടുവിൽ അവന്റെ ഓരോ സത്യങ്ങൾ അവൾ ഓരോ വഴികളിലൂടെ അന്വേഷിച്ച് കണ്ടെത്തി. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അവൻ കോളേജിൽ പല പെൺകുട്ടികൾക്കും ഡ്രഗ് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും അതൊരു വലിയ ബിസിനസ് ആണെന്നും ഒക്കെ മീര പറഞ്ഞു നിർത്തി. അതിന്റെ ഗൗരവം ചെറുതല്ലെന്ന് കൃഷ്ണ മനസ്സിലാക്കി. കേട്ടിടത്തോളം വലിയൊരു പ്രശ്നത്തിലായിരുന്നു രാധ ചാടിയത്. അത്ര എനിക്കറിയൂ കൃഷ്ണേച്ചി, അത്ര അറിയൂ. പിന്നെ ഞാൻ കേൾക്കുന്നത് അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. മീര എഴുന്നേറ്റു. അവളുടെ മുഖത്ത് ഒരു തരം ഭയം നിറഞ്ഞിരുന്നത് കൃഷ്ണയ്ക്ക് മനസ്സിലായി. ഇനി അവളൊന്നും തന്നെ പറയില്ലെന്നും അവൾ അറിഞ്ഞു. ശരി, നീ പൊക്കോ. മീര വേഗം അടങ്ങിപ്പോയി. ആൽബിയുടെ മയക്കുമരുന്ന് കച്ചവടം ചെറുതല്ല. കോളേജിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. അവനെ വെറുതെ വിടാൻ പാടില്ല, കൃഷ്ണ തീരുമാനിച്ചു. കഫേയിൽ നിന്ന് തിരിഞ്ഞതും നന്ദു അപ്രതീക്ഷിതമായി അവളെ കണ്ടതിൽ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ എന്താ ഇവിടെ? അതൊക്കെ നിന്നോട് പറയണോ? നിന്റെ ഭാഗ്യമൊന്നുമല്ലല്ലോ ഈ കഫേ. ഓഹോ, എന്നാ ഇറങ്ങി പൊക്കൂടെ? ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുഖമാണല്ലോ അല്ലേ? കൊണ്ടുവരാനും വിളിച്ചുകൊണ്ട് വരാനും വണ്ടിയും ഡ്രൈവറും എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അതെ, എല്ലാം ഉണ്ട്. നിനക്കെന്താ വേണം? എൻ്റെ സൗകര്യങ്ങളിലാണ് നീ ഇപ്പോൾ കൈ കടത്തുന്നതെന്ന് ഓർമ്മ വേണം. ഏത് നിമിഷവും അത് തകർന്നു വീഴും കൃഷ്ണേ, ഓർത്തോ. അവളെ നോക്കി കൈ ചൂണ്ടി അവൻ പറഞ്ഞതും അവളത് അവഗണിച്ച് കാറിൽ കയറി. കാതെ, നാളൊരു പാർട്ടിയുണ്ട്. ആദിയോടുള്ള പിണക്കത്തിൽ മുഖം വീർപ്പിച്ചിരുന്ന കൃഷ്ണയോട് ഫ്രഷായി ഇറങ്ങിയ ആദി പറഞ്ഞു. എന്തു പാർട്ടി? കമ്പനിക്ക് പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് എഫേർട്ട് എടുത്ത ഒന്നാണ്. സോ അതൊരു ആഘോഷമാക്കാനാണ് പ്ലാൻ. എല്ലാവരും ഫാമിലിയോടൊപ്പം ഉണ്ടാവും. അതിന് ഞാനെന്തിനു വരണം? സ്നേഹയെ കൊണ്ടുപോക്കൂടെ? കൃഷ്ണ പറഞ്ഞു. നോ, അതിന് അവളല്ലല്ലോ എൻ്റെ ഭാര്യ, നീയല്ലേ. ഞാൻ അല്പം നേരത്തെ പോവും. എല്ലാം അറേഞ്ച് ചെയ്യണം. നീ ഡ്രൈവറിനോടൊപ്പം ഒരു 5 മണിയാകുമ്പോൾ വന്നാൽ മതി, ഓക്കെ? ആദി പറഞ്ഞതും അവൾ തലകുലുക്കി. അവനോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ല. ഈ പാർട്ടി അതിനൊരു അവസരമാവുമെന്ന് അവൾ ചിന്തിച്ചു. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അതെ ആദിയേട്ടാ, നിങ്ങൾക്ക് ശരിക്കും എന്നോട് ഇഷ്ടമില്ലേ? അവളുടെ ചോദ്യം കേട്ട് ആദി പുച്ഛിച്ചു. ഇഷ്ടോ? നിന്നോടോ? ഒരു തരി ഇഷ്ടം പോലുമില്ല, മുഖത്ത് നോക്കി തന്നെ ആദി പറഞ്ഞു. ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ നന്ദുവിനോട് അങ്ങനെയൊക്കെ ചെയ്തത്? ഓ അതോ, എന്നെ അനിയൻ കാരണം നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടായത്. മാത്രമല്ല ഒരു പെണ്ണിനോട് അവനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് മാത്രം. നീ അത് ഇഷ്ടമായത് കൊണ്ടാണെന്ന് വിചാരിച്ചോ? അയ്യേ. അവൾക്ക് നിരാശയായി. വെറുതെ ആണോ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് എന്നോട് ഒട്ടും ഇഷ്ടമില്ലല്ലേ? എന്താ സംശയം? ഇല്ലാന്ന് തന്നെ. അവനത് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി. അവൾ പിന്നാലെ കൂടി. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം വരാനോ എന്താ അപ്പോൾ ചെയ്യേണ്ടത്? നീ എന്ത് ചെയ്താലും എനിക്ക് നിന്നോട് ഇഷ്ടം വരില്ല. അതെന്താ? അതങ്ങനെയാ. അവൻ ഒഴിഞ്ഞു മാറി. രാധയ്ക്ക് ഹോം നേഴ്സിനെ ആരാ അറേഞ്ച് ചെയ്തത്? അതിപ്പോഴാണോ നീ അറിയുന്നത്? കുറേ ദിവസമായല്ലോ. അതെന്തിനാണെന്നാ ചോദിച്ചത്? അത് നീ എന്തിനു ചോദിക്കണം? ആ കുട്ടിക്ക് ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് തോന്നി, അതുകൊണ്ട്. അതിന് ഞാനിവിടെ ഉണ്ട്. ആയിക്കോട്ടെ, അതിനെന്താ? എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവൾ തിരികെ മുറിയിലേക്ക് വന്നു. എന്തോ സ്വഭാവമാണാവോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹിറ്റ്ലർ ശരിക്കും പിടിതരുന്നില്ല. എന്നെ ഇഷ്ടമല്ലെന്നും പറയുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ശരിക്കും എന്താ ഉദ്ദേശം? എന്നാൽ എനിക്ക് സ്നേഹിക്കാൻ ഹിറ്റ്ലറിനെ പറ്റില്ല. എന്നാൽ എന്നെ സ്നേഹിക്കാനും ഹിറ്റ്ലറിനെ പറ്റില്ല. ആരോടുള്ള വാശിയാണ് ഇതൊക്കെ? ഇനി ഹിറ്റ്ലറിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഒരു ഹിഡൻ ലവ് സ്റ്റോറി അതാവുമ്പോ എന്നോട് പറയാത്തത്? അതോർത്തപ്പോൾ അവളുടെ ഹൃദയം നീറി. അവൾ ആരുഷിയുടെ മുറിയിലേക്ക് വന്നു. അവളേതോ പഠിക്കുകയായിരുന്നു. എടത്തിയമ്മേ, കയറി വാ. അമ്മു, അത് എനിക്കൊരു കാര്യം അറിയണം. അയ്യോ, പഴയ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് വയ്യ. ഏട്ടൻ എന്നെ വെച്ചേക്കില്ല. അതൊന്നും അല്ല. ഏട്ടന് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? പഴയ ലവ് സ്റ്റോറി? ആരുഷി അല്പം ഒന്ന് ആലോചിച്ചു. അങ്ങനെ ചോദിച്ചാൽ പ്രണയമായിട്ടില്ല. പക്ഷെ ഏട്ടൻ്റെ മനസ്സിൽ ആരോ ഉണ്ടായിരുന്നു കുഞ്ഞിലേ മുതൽ. കുഞ്ഞിലേ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ഏട്ടൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഏട്ടൻ്റെ മനസ്സിൽ ആരോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് എനിക്കറിയാം. അത് ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പിന്നെ അങ്ങനെ ഒരാളുണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി?
അതോ ഏട്ടന് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയ ഒരു ദിവസം ഏട്ടൻ എന്നോട് അറിയാതെ പറഞ്ഞുപോയി, എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ടി ആരോ എവിടെയോ കാത്തിരിപ്പുണ്ടെന്ന്. അതാരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഏട്ടൻ ഒഴിഞ്ഞു മാറി. അവിടെ നിന്ന് തിരികെ വരാൻ നേരാണ് ആ പെണ്ണ് മനസ്സിൽ കയറിയതെന്ന് മാത്രം ഏട്ടൻ പറഞ്ഞു. അല്ലാണ്ട് വേറൊന്നും എനിക്കറിയില്ല ഏട്ടത്തി. ഏട്ടൻ അത് പറയാൻ താല്പര്യമില്ലാത്ത പോലെയാ. ഞാനും നിർബന്ധിച്ചില്ല. അത് കേട്ട് കൃഷ്ണയുടെ ശ്വാസം നിലച്ച പോലെയായി. അയ്യോ ഏട്ടത്തി വിഷമിക്കണ്ട, അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? അല്ലെങ്കിൽ ഏട്ടൻ അവളെ കെട്ടണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഏട്ടത്തി സങ്കടപ്പെടേണ്ട, ആ ഋഷി സമാധാനിപ്പിച്ചു. കൃഷ്ണ അവിടെ നിന്ന് പിന്തിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ കൃഷ്ണ ഷോപ്പിൽ പോയി പാർട്ടിക്ക് വേണ്ടുന്ന കുറച്ച് ഡ്രസ്സും സാധനങ്ങളും വാങ്ങി. മടങ്ങും വഴി ബ്യൂട്ടി പാർലറിൽ കയറി സ്പാ ചെയ്തു. മുടി കഴുകി സ്ട്രെയിറ്റ് ചെയ്ത് മുടിയുടെ മുൻവശത്തു നിന്ന് അല്പം കനത്തിൽ മുറിച്ചിട്ടു. ബാക്കി മുടി അരവരെ പറന്നു കിടന്നു. കാല് വാക്സ് ചെയ്തു. കാലിലെ രോമങ്ങൾ ആദ്യമായിട്ടായിരുന്നു നീക്കം ചെയ്യുന്നത്. എല്ലാം പറഞ്ഞു പോരുമ്പോൾ അവൾ വേദന കടിച്ചു പിടിച്ചിരുന്നു. വേദന തോന്നിയപ്പോൾ ആദിയുടെ ആ വാക്യങ്ങൾ ഓർത്തു. 4 മണിയായപ്പോൾ തന്നെ അവൾ റെഡിയാവാൻ തുടങ്ങി. ആദിയെ ഞെട്ടിക്കണം, അവൻ പറഞ്ഞത് പരിഹരിക്കണം. ആ ചിന്തയായിരുന്നു അവക്ക്. ഒരു തരം വാശി. ഡ്രസ്സ് ചെയ്ത് വെട്ടിയിട്ട മുടി മുന്നിലേക്കിട്ട് ബാക്കി മുടി മനോഹരമായി ക്ലിപ്പ് ചെയ്തു വെച്ചു. ഐലൈനർ എഴുതി അല്പം ലിപ്സ്റ്റിക്ക് തേച്ചു. മുഖത്തല്പം ഫൗണ്ടേഷൻ കൂടിയിട്ട് നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചു. അവളുടെ രൂപം കണ്ട് അവൾ തന്നെ ഞെട്ടി. ലോങ് സ്ലീവ്സ് മിനി ഡ്രസ്സായിരുന്നു അവളുടെ വേഷം. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൾ അത്ര മോഡേൺ ആയ ഡ്രസ്സ് ധരിക്കുന്നത്. അതവൾക്ക് ഒട്ടും കംഫർട്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു തരം അസ്വസ്ഥത അനുഭവപ്പെട്ടു. എന്നിട്ടും അവളത് മാറ്റിയില്ല. കാല് കാണുന്നത് ആദ്യമായിട്ടാണ്. അത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദിയോടും സ്നേഹയോടുമുള്ള ദേഷ്യം, വാശി. ആ ഡ്രസ്സിൽ അവളുടെ ഷേപ്പ് എടുത്തറിഞ്ഞു. അവൾ ആ വേഷം ധരിച്ച് പുറത്തിറങ്ങിയത് വല്യമ്മമാർ തരിച്ചു നിന്നുപോയി. നോക്കിയടി സരസു, ചുരിദാറും ടോപ്പൂട്ട് നടന്ന പെണ്ണിട്ടിരിക്കുന്ന വേഷം. ശിവ ശിവ, ഇവിടെ ആരും ഇങ്ങനെയുള്ള വേഷം ഇട്ടിറങ്ങിയിട്ടില്ല. ഇവളുടെ ഉദ്ദേശം എന്താണാവോ? അല്ല, ഇവളെ എവിടേക്കാ? ആദിയുടെ കമ്പനിയുടെ വക ഏതോ പാർട്ടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിനാലാവും. എന്നാൽ ഈ വേഷം അവൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണ ആരെയും നോക്കാതെ വേഗം കാറിൽ കയറി. ആ വേഷം അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് എല്ലാവരെയും നോക്കാൻ മടി തോന്നി. അവളുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു. കൂടാതെ ഒരു ഇഷ്ടക്കേടും. കാറ് വലിയൊരു റിസോർട്ടിന് മുന്നിൽ നിന്നു. ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തിരുന്നു. ഗസ്റ്റുകളെല്ലാം എത്തിയിരുന്നു. കൃഷ്ണയ്ക്ക് ടെൻഷനായി. അവൾ പരിഭ്രമം മറച്ചു വെച്ച് ഹീൽ ഷൂയിട്ട കാലുകൾ മുന്നോട്ട് വെച്ചു. അവൾ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് കയറിയതും അവിടെ കൂടിയിരിക്കുന്ന സകല ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. സത്യത്തിൽ ആദിയുടെ നാടൻ ഭാര്യയാണതെന്ന് ആർക്കും മനസ്സിലായില്ല. ആരാണത്? ഉഫ്, വാട്ട് എ ഫിഗർ! അവളെ അടിമുടി നോക്കി കമന്റ് ഉയർന്നു. ആരൊക്കെ അവളുടെ അടുത്തേക്ക് കൂടി. അവളുടെ ശരീരത്തിലേക്ക് അവരുടെ കണ്ണുകൾ ചൂഴ്ന്നിറങ്ങി. അവളുടെ വെളുത്തു തടിച്ച സുന്ദരമായ കാലുകളും അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഈ തിരക്കാണ് ഫുഡ് അറേഞ്ച് ചെയ്ത് കയറി വരുന്ന ആദി കാണുന്നത്. അവൻ അത്ഭുതപ്പെട്ടു. അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. അവനെ കണ്ടവർ വഴിമാറി. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ആളെ കണ്ട് അവന്റെ കണ്ണ് തള്ളി. ഗാഥ! വിശ്വാസം വരാതെ അവൻ വിളിച്ചു. അവന്റെ ആ ഭാവം കണ്ട് കൂടി നിന്നിരിക്കുന്നവർക്ക് മനസ്സിലായി അവന്റെ ഭാര്യയാണെന്ന്. ഗാഥ, നീ? ഗാഥയെ വായി നോക്കി നിൽക്കുന്നത് കണ്ട് അവന്റെ ഞെട്ടൽ നൊടിയിട കൊണ്ട് മാറി. പകരം അവന്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. അവൻ ആ ദേഷ്യം നിയന്ത്രിക്കാൻ ചുരുട്ടി മുഷ്ടി പുറകിലേക്ക് വെച്ചു. അവളുടെ സമീപം വന്നു. സാറിന്റെ വൈഫായിരുന്നു ഇത്? റിയലി ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ വേഷത്തെ ആദ്യമായിട്ടല്ലേ മാഡത്തെ കാണുന്നത്? മാഡം ജസ്റ്റ് അമേസിങ്, ഒന്നും പറയാനില്ല. മാഡത്തിന് നല്ല മാച്ച് ആവുന്നുണ്ട്, ഒരു മെയിൽ സ്റ്റാഫ് പറഞ്ഞു. ഫുഡ് റെഡിയായിട്ടുണ്ട്, എല്ലാവരും ചെല്ലൂ. അവൻ എല്ലാവരെയും പറഞ്ഞു വിട്ട് ആദി കൃഷ്ണയും കൂട്ടി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.